പൂരത്തിന് ആന വേണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആനയ്ക്ക് പൂരം വേണോ എന്നുള്ളതാണ്. ആന എവിടെയെങ്കിലും പൂരത്തിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് ഞാൻ അറിയില്ല. അതിന് മനസ്സിലാകുന്നൊരു ഭാഷയിൽ ഞാൻ ഇപ്പോൾ പോയി നാട്ടിൽ ഏതെങ്കിലും ഒരു ആനയോട് ചോദിക്കുകയാണ് അവരുടെ ഭാഷയിൽ, എടോ തനിക്ക് പൂരത്തിന് പോണോ? അടുത്ത തവണ തൃശ്ശൂർ വലിയൊരു പൂരം വരും, അപ്പോൾ താങ്കൾ ശിങ്കാരി മേളമൊക്കെ ആസ്വദിച്ച് പൂരത്തിന് തന്നെ വിടാം, തലയിൽ കുറേ തിടമ്പുമൊക്കെ ഏറ്റാം. നിങ്ങളിതിൽ എൻ്റെ മതനിന്ദയുടെ പുറത്ത് എനിക്ക് കേസെടുത്താലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്തു? നാട്ടിലേക്ക് ആനയെ കൊണ്ടുവന്നു, മെരുക്കിയെടുത്തു. അല്ലാതെ ആനയെ നിങ്ങളുടെ ചട്ടമാണ് പഠിപ്പിച്ചത്. ആനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല. ആനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ആന ചെയ്യുന്നതിന് നിങ്ങൾ മതം പൊട്ടുക എന്ന് പറയും. നമ്മൾ എങ്ങനെയാണ് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വയലുകളിലും വാഴക്കന്നുകളും ഒക്കെ തിന്നാൻ വരുന്ന ആനകളെയും നിങ്ങൾ എങ്ങനെയാണ് ഓടിക്കുന്നത്? പാട്ട കൊട്ടിയും പടക്കമെറിഞ്ഞും തീ കാണിച്ചു അവരെ പേടിക്കും. ഈ പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ഓടുന്ന ആനകളുടെ കീഴെ കൊണ്ട് ശിങ്കാരിമേളം വെക്കും. ഭയങ്കര രസമാണല്ലോ. ആന എന്ത് ചെയ്ത് കാണുമ്പോൾ കൂടെ ആസ്വദിച്ച് ചെവിയാട്ടെന്നാണ് പറയുന്നത്. ആനപ്രേമികൾ എന്നാണ് പറയുന്നത്. എനിക്ക് പുച്ഛമാണ് അങ്ങനെയുള്ള ആൾക്കാരോട്. എന്ത് പ്രേമം! നിങ്ങൾ പ്രേമിക്കുന്ന ഒരാളെ, എനിക്കൊരു പ്രണയമുണ്ടെങ്കിൽ എന്നെ പ്രണയിക്കുന്ന ഒരാളെ, ഞാൻ പ്രണയിക്കുന്ന ഒരാളെ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുമോ? നിങ്ങൾ അതിനെ തല്ലുമോ? നിങ്ങൾ അതിനെ ചട്ടം പഠിപ്പിക്കുമോ? അതിനെ വ്യക്തിയെ കണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. പ്രേമിക്കുന്ന ഒരാളെ നിങ്ങൾ തല്ലുമോ? അതിനെ തല്ലുന്ന് പറഞ്ഞാൽ കലിപ്പൻ കാന്താരി മോഡൽ നിങ്ങൾ തല്ലിയാൽ അത് ആധുനികതയിൽ നിങ്ങൾക്ക് അതൊക്കെ എന്തെങ്കിലും പറയാമെന്നല്ലാതെ ആനപ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ കാണിക്കുന്ന അങ്ങനെയാണ്.